വിതരണം ചെയ്തിരുന്ന അശോകന്റെ ജീവനോപാധി ഹരിപ്പാട് ശ്രീവത്സം ടെക്സ്റ്റൈൽസ് ഉടമകൾ ഇടിച്ചു നിരത്തിയത്. പ്രതിഷേധം ശക്തമായതോടെ കടയുടമയ്ക്കെതിരെയും കടയിടിക്കാൻ നേതൃത്വം നൽകിയ ചെറായി ഷാജിക്കെതിരെയും ഹരിപ്പാട് പോലീസ് കേസെടുത്തു. ഹരിപ്പാട് നഗരസഭയുടെ കൈവരി തകർത്തതിന് പൊതുമുതൽ നശിപ്പിച്ചതിനായിരുന്നു ഷാജിക്കെതിരായ കേസ്. ഈ കേസിലാണ് സ്റ്റേഷൻ ജാമ്യം നൽകി ഷാജിയെ ഹരിപ്പാട് പോലീസ് വെറുതെ വിട്ടത്. പൊതുമുതൽ നശിപ്പിച്ചയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിനെതിരെ നഗരസഭാ വൈസ് ചെയർമാനും പ്രതികരിച്ചു. പ്രതിഷേധങ്ങൾക്കിടെ കയറ് പൊട്ടിയാൽ പോലും PDPP നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളെ റിമാൻഡ് ചെയ്യുന്ന പോലീസാണ് ചെറായി ഷാജിക്ക് വേണ്ടി നിയമത്തെ വളച്ചൊടിച്ചത്. ഭരണ സംവിധാനം കേരളത്തിൽ മാറിയെങ്കിലും ഇപ്പോഴും പോലീസിന്റെ ഒരു പഴയ സംവിധാനം തന്നെ നിലനിൽക്കുന്നു, പലയിടത്തും നിലനിൽക്കുന്നു ഒരു കാഴ്ചപ്പാടാണ് ഞാനെന്ന പൊതുപ്രവർത്തനമുള്ളത്. ഏതായാലും നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലം എന്നുള്ള രീതിയിൽ ഉചിതമായ ഇതിനകത്ത് ഞങ്ങൾ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട CA ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഹരീഷിന് ഞാനിവിടെ ഓഫീസിൽ ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം സ്വന്തം കടയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ അശോകന് ഹരിപ്പാട് നഗരസഭാ സെക്രട്ടറി നൽകിയ നോട്ടീസും വിവാദമാവുകയാണ്. ഈ നോട്ടീസ് ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന നഗരസഭാ യോഗത്തിലും ചർച്ചയാകും. ഇന്നലെ നടന്ന ചർച്ചയുടെ ഭാഗമായി താൽക്കാലിക ഷെഡ് നിർമ്മിച്ചു നൽകാമെന്ന് ശ്രീവത്സങ്കർ പറഞ്ഞിരുന്നുവെങ്കിലും താൽക്കാലിക സംവിധാനം വേണ്ട എന്നാണ് അശോകന്റെ അഭിപ്രായം. അതിനകത്തൊന്നും കറണ്ടും ഒന്നുമില്ല, ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല, എല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞിരിക്കും. പിന്നെ അതിനകത്ത് നമ്മൾ എങ്ങനെ താൽക്കാലികമായിട്ട് കച്ചവടം ചെയ്യും? ഈ ചൂട് സമയത്ത് നമുക്ക് വെള്ളം കൊടുക്കുന്നത് തണുപ്പ് ഒക്കെ വേണ്ടേ? അശോകന് കട പൂർണ്ണമായും നിർമ്മിച്ചു നൽകുന്നതുവരെ ദിവസവും നഷ്ടപരിഹാരം നൽകാനും മാനേജ്മെന്റ് സമ്മതിച്ചിട്ടുണ്ട്. അതിനിടെ അശോകനുണ്ടായ ദുരനുഭവത്തിൽ പ്രതിഷേധിച്ച് ശ്രീവത്സത്തിനെതിരെ ബോയ്ക്കോട്ട് ക്യാമ്പയിനും സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്.